ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് സിജു. ഞാൻ ആലപ്പുഴ ജില്ലയിലെ പരുമലയിൽ നിന്നാണ് വരുന്നത്. ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത എൻ്റെ മമ്മിയാണ്. മമ്മി ഉടമ്പടി എടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത്, എൻ്റെ ചേച്ചി UK-യിലാണ്. അപ്പം അവിടെ എല്ലാവർക്കും അറിയാം OSCE എക്സാം ഉണ്ട്. അപ്പം ഭയങ്കര ടഫുള്ള എക്സാമാണ്. പിന്നെ നമ്മുടെ സെയിം ഹോസ്പിറ്റലല്ല, കുറച്ച് ദൂരെ ഒരു 2.5 hours അല്ലെങ്കിൽ ഒരു 3 hours ട്രാവൽ ചെയ്ത് വേറെ ഹോസ്പിറ്റലിൽ പോയാണ് നമ്മൾ OSCE എക്സാം എഴുതേണ്ടത്. അപ്പം ചേച്ചി എന്ന് പറഞ്ഞാൽ പൊതുവേ ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര വെപ്രാളമൊക്കെ ഉള്ള കൂടുതലാണ്. അപ്പം വീട്ടിൽ വിളിച്ച് ഭയങ്കര കരച്ചിലൊക്കെയായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടാൻ കുറച്ച് പാടുള്ള കാര്യമാണ്. അപ്പം മമ്മിയുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു. ആ സമയത്തായിരുന്നു എൻ്റെ മമ്മിയുടെ സിസ്റ്റർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അപ്പം മമ്മി നേർന്നായിരുന്നു, മാതാവി അവൾക്ക് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകാൻ പറ്റുമെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാവുന്ന. അങ്ങനെ അവളുടെ OSCE എക്സാം ഓഗസ്റ്റിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞ ഏറ്റവും ഈസി അന്ന് അവൾക്ക് OSCE എക്സാം ആയിരുന്നു പറഞ്ഞു. കാരണം ഫസ്റ്റ് അറ്റംപ്റ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. പക്ഷേ അവൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. അങ്ങനെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മമ്മി ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞാനിവിടെ വന്നിരുന്നു. ആ സമയത്ത് ഞാൻ OET പഠിച്ചുകൊണ്ടിരുന്ന ടൈമായിരുന്നു. അങ്ങനെ മമ്മി ഉടമ്പടി എടുത്ത് വീട്ടിൽ വന്ന് അന്ന് മുതൽ മമ്മിയുടെ കൂടെ ഞാനും പ്രാർത്ഥനയ്ക്ക് ഇന്നേ നിമിഷം വരെ ഞാനും പ്രാർത്ഥനയ്ക്ക് ഇതുവരെ ഞാൻ ഇരുന്നിട്ടില്ല. അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് OET എഴുതുന്നത് സെപ്റ്റംബർ 24 ആയിരുന്നു. ആദ്യത്തെ വട്ടം OET എഴുതുന്നത്. അതിനു മുമ്പ് എനിക്ക് സ്വപ്നത്തിൽ 3 ടൈം തെളിഞ്ഞ് വന്നായിരുന്നു. ഒരു 3:12, പിന്നെ ഒരു 2:50, അങ്ങനെ 4:50, ഇങ്ങനെ 3 ടൈമിങ് വന്നായിരുന്നു. എന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റ് OET എഴുതി സെപ്റ്റംബർ 24. ഭയങ്കര പാടുള്ള എക്സാം ആയിരുന്നു. ഞാൻ കാശുരൂപം പിടിച്ചുകൊണ്ടാണ്, മമ്മി ഉടമ്പടി എടുത്ത കാശുരൂപം പിടിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം എഴുതിയത്. എനിക്ക് 4:30 സ്പീക്കിംഗ്. എനിക്ക് അതുവരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ സ്പീക്കിങ്ങിൻ്റെ ടൈം ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് തലവേദന എടുക്കാൻ തുടങ്ങി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ എന്തോ പറഞ്ഞതെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അത്രയ്ക്ക് ഭയങ്കര ടഫായിരുന്നു. ടഫ് പ്ലസ് എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങി വന്നു. എൻ്റെ പ്രതീക്ഷ എല്ലാം പോയ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എന്നാലും ഞാൻ പ്രാർത്ഥന കണ്ടിന്യൂസ് ആയിട്ട് പോയി. പിന്നെ മമ്മിയാണ് ഉടമ്പടി എടുത്തെങ്കിൽ അച്ഛൻ എപ്പോഴും ധ്യാനത്തിൽ പറയായിരുന്നു,